ഒരെണ്ണമുണ്ട്. അത് ഞാൻ റോസ മേടിക്കുമ്പോൾ നടുവാണെന്ന് വിചാരിച്ചു വെച്ചേക്കുക. റോസയാണ് അച്ഛൻ സമ്മതിക്കത്തില്ല. ചേട്ടാ കണ്ടോ ചേട്ടായിട്ട് റോസ വന്നേക്കുന്നത്. പിന്നെ ഞാൻ മാറ്റി എനിക്ക് മുല്ലമുട്ടുണ്ടായി. എൻ്റെ അപ്പ എനിക്ക് തന്നെ വിട്ടതാണ്. ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് എൻ്റെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ സൈഡ് വശമാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു നമ്മുടെ കണിക്കൊന്ന നിൽപ്പുണ്ട്. അപ്പോൾ അത് നിന്നിട്ട് അവിടെ എല്ലാം പൂവ് എപ്പോഴും വീണുകൊണ്ടിരിക്കും. പിന്നെ ഈ നിൽക്കുന്ന ഈ ഒരു വശം ഇച്ചിരി താഴ്ന്ന് ആണ് നിൽക്കുന്നത്. അപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ പെട്ടെന്ന് വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ പായലും പിടിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ നിറച്ച് തുളസി ഉണ്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ് 2-3 തുളസി എടുത്ത് മാറ്റി നടാനായിട്ട് പറഞ്ഞു. പിന്നെ ആ വശം നിറച്ച് തുളസിയാണ്, പുല്ലായിട്ട് തോന്നും എല്ലാവർക്കും, പക്ഷെ അത് മുഴുവനും തുളസിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തന്ന് ഈ വെയിലൊക്കെ വന്നില്ല, ഒന്ന് വൃത്തിയാക്കിയേക്കാന്ന് ഓർത്ത് ഞാൻ വൃത്തിയാക്കാൻ ഇറങ്ങുകയാണ്. ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ചെടിയുടെ അവിടെ ഇടവശങ്ങളൊക്കെ കയറി നല്ല രീതിയിൽ ഞാൻ വൃത്തിയാക്കിയെടുത്തു. കാരണം ഈ കണിക്കൊന്നയുടെ ഇലയും പൂവും എല്ലാം വീണ് കിടന്നിട്ട് പിന്നെ മറ്റേ പായലില്ലേ, ഒരു അതിനെന്താ എനിക്ക് പറയുന്നതെന്ന് എനിക്കറിയില്ല, പായലായിരിക്കാം. അപ്പോൾ അതെല്ലാം ഭിത്തിയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞ്. ഗ്ലൗസ് ഇട്ടാണ് സാധാരണ ഞാൻ പറിക്കാറുള്ളത്. അപ്പോൾ ഗ്ലൗസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്നാൽ പോട്ടെ കൈകൊണ്ടാട്ടെ, നമ്മൾ കുളിക്കാനുള്ളതല്ലേ എന്നോർത്ത് പിന്നെ കൈകൊണ്ടൊക്കെ പറിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഇങ്ങനെ മഴവെള്ളം വരും, മഴ പെയ്ത് കഴിയുമ്പോൾ വെള്ളം ഇവിടെ പെട്ടെന്ന് കെട്ടിക്കിടക്കും. അപ്പോൾ പെട്ടെന്ന് ഈ വശം പായൽ പിടിക്കും. അപ്പോൾ വെയിലൊന്ന് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഒന്ന് വൃത്തിയാക്കാൻ ഇറങ്ങാനായിട്ട്. അപ്പം ഈ നടന്നു പോകുന്നത് ഈ ഒരു വശമാണ് ഏറ്റവും കൂടുതൽ തെന്നുന്നത്. അപ്പോൾ നമ്മൾ തുണിയൊക്കെ വിരിക്കാനായിട്ട് പോകുമ്പോൾ എപ്പോഴും തെന്നി വീഴാറുണ്ട്. അപ്പം ഞാനല്ല വീണത്, ചേച്ചിയാണ് വീണത്. അപ്പോൾ അതിൽ പിന്നെ ചേച്ചി അങ്ങനെ ആ വശത്തോട്ട് പോകാറില്ല. അപ്പം ഞാനാണ് പിന്നെ അങ്ങോട്ടൊക്കെ വിരിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഒരു കല്ല്, ഇഷ്ടികക്കല്ല് 4 ഞാൻ വെച്ചേക്കുന്നത്. അങ്ങനെ ഓടി നടന്ന് ഞാൻ അതിലെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുല്ല് പറിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, കാരണം എനിക്ക് സ്കിന്ന് പെട്ടെന്ന് തടിക്കും പുല്ല് പറിക്കുന്ന സമയങ്ങളിൽ. പിന്നെ മാക്സിമം ഞാൻ പറിച്ചിട്ട് കൈയൊക്കെ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യും. എനിക്ക് അതിനോട് അലർജി ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അവിടെ ചീര നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ ആ ചീര വെട്ടി നിർത്തും. അപ്പം പുതിയ ചീര കിളുത്ത് വരും. അപ്പോൾ ഞങ്ങളങ്ങനെ എടുക്കാറുള്ളത്. അപ്പോൾ ഒരാൾ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ പോയതാണ്, ടൂർണമെൻ്റ് ആയിരുന്നു, കേരളോത്സവമോ അങ്ങനെ എന്തോ ഭാഗമായിട്ട് അവർ ക്രിക്കറ്റിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതിന് ജേഴ്സിയൊക്കെ ഇട്ട് പോയി സന്തോഷവാനായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു കളിയെങ്ങാണ്ട് ജയിച്ചു, 3 കളിയിൽ 1 കളിയാണ് ജയിച്ചത്. അപ്പോൾ അത് വന്നിരുന്ന് വീരവാദം പറയുന്നതാണ്. അപ്പോൾ രാവിലെ പോയിട്ട് വന്നതാണ് ആൾ. അപ്പോൾ സിറ്റ് ഔട്ടിൽ അമ്മ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മയോട് അവിടെ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അതിന് കൗണ്ടറൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിളിച്ചിങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ വന്ന് നിന്ന് ഞാൻ പുല്ല് പറിക്കുന്നതും ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞതിന് പിന്നെ വന്ന് അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാനവിടെ ഓടി നടന്നെല്ലാം പുല്ലൊക്കെ പറിച്ച് ഓരോ വശം, ഇപ്പം ഞാൻ ഒരു വശം മാത്രമേ വൃത്തിയാക്കി തുടങ്ങിയിട്ടുള്ളൂ. കാരണം ഓരോ ദിവസവും ഓരോ വശം വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒറ്റയടിക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വല്ല അസുഖമൊക്കെ വരും പെട്ടെന്ന് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ. കാരണം അങ്ങനെ ഒരു തവണ നിന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടെ നിന്നിട്ട് ഞാൻ കടപ്പിലായിപ്പോയി. അങ്ങനെ ചെടിയൊക്കെ ഞാൻ കുഴിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണമുണ്ട്. അത് ഞാൻ റോസ മേടിക്കുമ്പോൾ നടുവാണെന്ന് വിചാരിച്ചു വെച്ചേക്കുക. റോസയാണ് അച്ഛൻ സമ്മതിക്കത്തില്ല. ചേട്ടായി കണ്ടോ ചേട്ടായിട്ട് റോസ വന്നേക്കുന്നത്. പിന്നെ ഞാൻ മാറ്റി വെച്ചപ്പോൾ തന്നെ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ അച്ഛൻ റോസ് വാതിക്കെ വെക്കാൻ സമ്മതിക്കത്തില്ല. ഓരോരോ യൂട്യൂബൊക്കെ കണ്ടിട്ട് ആൾക്ക് ഓരോ വിശ്വാസങ്ങളൊക്കെ വന്നിട്ട് റോസ് നടവാതിക്കെ വെക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ആ വശത്തൊന്നും വെപ്പിക്കത്തില്ല. അപ്പം ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് അങ്ങനെയൊക്കെ ഓരോന്ന് പറയും, എനിക്കതൊന്നും പറയാൻ അറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾ ഞങ്ങളുടെ റോസച്ചെടി എപ്പോഴും ഞങ്ങളുടെ മുറ്റത്തോട് ഇങ്ങനെ ഓടി നടക്കുകയാണ്, ഒരു സ്ഥലത്ത് ഇരിക്കത്തില്ല. അത് ഞങ്ങൾ വെക്കുന്നിടത്തുനിന്ന് അച്ഛൻ മാറ്റി വെക്കും. അപ്പം ഞങ്ങളതൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ചിരിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ ബാക്കി ഞാൻ ക്ലീനിങ്ങിലേക്ക് കിടന്നു. എനിക്കിഷ്ടമുള്ളൊരു പണിയാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ തൂത്തുവാരി തുടയ്ക്കുന്ന പരിപാടിയായിരുന്നു. എനിക്കിഷ്ടമാണ് അത് ചെയ്യാനായിട്ട്. ഇപ്പം എനിക്കെപ്പോഴും ഭയങ്കര നീറ്റായിട്ട് നല്ല ക്ലീനായിട്ട് വീട് കിടക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അടുക്കളയിൽ കയറി ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി പോലും വീട് വൃത്തിയാക്കിയിടാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എന്നും പറഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറി ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ, ഞാൻ
വീട്ടിലെ പണിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് പല പണികളും ഞാൻ ചെയ്ത് പഠിച്ചതും ചെയ്തതൊക്കെ. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ ഫ്രീ ആണല്ലോ, അല്ലേ നമുക്ക് ചെയ്യാൻ മടിയാണല്ലോ. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ അന്നേരം ക്ലീനിങ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എനിക്കെപ്പോഴും ഞാൻ നിൽക്കുന്ന എവിടെയാണോ അവിടെ നല്ല നീറ്റായിട്ട് നിൽക്കണം എന്നുള്ള ഒരിതുണ്ട്. അപ്പം എന്നോട് അഡ്ജസ്റ്റായിട്ട് ഇവരെല്ലാവരും വരുന്നുമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട്. അതിനുള്ള ഫ്രീഡവും അതിനുള്ള എല്ലാ ഇതും എനിക്കിവിടെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഓടി നടന്ന് എൻ്റെ ഇഷ്ടത്തിന് ഓരോന്നൊക്കെ ചെയ്യും. ആരും ഒന്നും അങ്ങനെ പറയാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മറ്റൊരു വീട്ടിൽ നിന്ന് വന്നെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അധികാരം അങ്ങനെയൊന്നുമുള്ള ഇതൊന്നും ഇവിടെ എനിക്കില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഈ വീട് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ പുല്ലൊക്കെ ഞാനിങ്ങനെ വാരിക്കൂട്ടി ഒരു വശത്തോട്ടാക്കി വേസ്റ്റ് കത്തിക്കുന്നിടത്ത് കൊണ്ടിട്ടു. പിന്നെ പോയി ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. തുളസിക്കൊക്കെ വെള്ളം ഒഴിക്കണമല്ലോ, അപ്പോൾ എല്ലാത്തിനും ഒക്കെ ഒഴിച്ചു. ഓസുണ്ട്, ഓസിനകത്ത് എനിക്ക് കണക്ട് ചെയ്തിട്ട് പിന്നെ അതും പൊക്കി പിടിച്ച് ഒഴിച്ചുകൊണ്ടൊക്കെ നടക്കാൻ എനിക്ക് മടിയാണ്. കാരണം അപ്പുറത്തെ വശത്താണ് പൈപ്പുള്ളത്. ഇപ്പുറം ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ അത് എപ്പോഴും കണക്ട് ചെയ്ത് നമുക്ക് ഇടായിരുന്നു. ഇത് കുത്താനും എടുക്കാനും ഒക്കെ മടിയായതുകൊണ്ടാണ്. അപ്പോൾ ഇതെൻ്റെ പപ്പ എനിക്ക് തന്നു വിട്ട മുല്ലയാണ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യ വിരുന്നിന് അവിടെ ചെന്നപ്പം എനിക്ക് ചെടി വേണമെന്ന് പറഞ്ഞപ്പോഴേ പിറ്റേ ദിവസം പോരാൻ നേരത്ത് ആളെനിക്ക് എല്ലാം കണ്ടിച്ച് വൃത്തിയാക്കി തന്നതാണ്. അപ്പോൾ എൻ്റെ അപ്പാനെ എപ്പോഴും മുല്ലയെ കാണുമ്പോൾ എൻ്റെ അപ്പ തന്നു വിട്ടത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിനൊരു വിങ്ങലാണ്. ഇപ്പോൾ ആളില്ല, അപ്പോൾ അതോർക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് ഏകദേശം ഇത്ര ആക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ അത് തീർന്നു പോയി. ഇനി അത് മേടിച്ചിട്ട് വേണം ഇവിടെ എല്ലാം ഇടാനായിട്ട്. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ പായലെല്ലാം പോയി നല്ല നീറ്റാവും. ഒരാഴ്ച വെയിൽ വന്ന് തന്നെ ഈ സ്ഥലം ഓക്കെ നല്ല നീറ്റായിട്ട് കിടക്കും. അപ്പോൾ ഇന്നെൻ്റെ ക്ലീനിങ് പരിപാടി ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി അടുത്ത ദിവസങ്ങളിൽ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ക്ലീനിങ് വ്ളോഗായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ് കേട്ടോ. ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആയിരുന്നു. എപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ ചുറ്റിനും പുല്ല് കിളക്കും കേട്ടോ. എന്താണെന്ന് അറിഞ്ഞുകൂടെ തിരിച്ചേരെ പുല്ല് കിളക്കും. അപ്പോൾ എപ്പോഴും ഞങ്ങളിങ്ങനെ പറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കലാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പാടാണ്. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആ ഭാഗത്തെ ഇങ്ങനെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് വെള്ളം എപ്പോഴും കെട്ടി നിൽക്കും. അതാണ് ഞാൻ അവിടെ ഇഷ്ടികയൊക്കെ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്ന് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റി. 2 ദിവസം വെയിൽ തെളിഞ്ഞ് നിന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത്. ഇനി അവിടെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടണം. അപ്പോൾ തീർന്നുപോയി. അപ്പോൾ ഇനി അത് മേടിച്ചിട്ട് ഇനി അതൊക്കെ ഇടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി കുളിച്ച് ഞാൻ നല്ലപോലെ വേർത്തായിരുന്നു. ഭയങ്കര ചൂടുമായിരുന്നു, നല്ലപോലെ വേർത്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.